നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ ട്രെയിൻ ദുരന്തം സംഭവിച്ചേക്കാം. തീർച്ചയായിട്ടും അത് അട്ടിമറിയായിരിക്കും. ഇന്ന് വന്ന ഒരു പത്രവാർത്ത, ഒരു മാധ്യമ വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. റെയിൽപാളത്തിൽ നിന്ന് കണ്ടെത്തിയ ചാക്കുകെട്ടിനെക്കുറിച്ച് അട്ടിമറി പദ്ധതിയെന്ന് സംശയം. പരിശോധിച്ചപ്പോൾ പുറത്തു വന്നത് വൻ അട്ടിമറി ശ്രമത്തിലേക്കുള്ള സൂചന. കാൺപൂരിലാണ് റെയിൽപാളത്തിൽ നിന്ന് LPG സിലിണ്ടർ കണ്ടെത്തിയത്. ഇതുവഴിയെ കടന്നു പോകേണ്ടിയിരുന്ന കാളിന്തി എക്സ്പ്രസ് പാളം തെറ്റിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഗ്യാസ് കുറ്റി എന്നാണ് സംശയം. പ്രയാഗ്രാജിൽ നിന്ന് ഭിവാനിലേക്ക് പോകുന്ന കാളിന്തി എക്സ്പ്രസ് ആയിരുന്നു ഈ സമയം എതിലൂടെ കടന്നു പോകേണ്ടിയിരുന്നത്. അതിവേഗത്തിലെത്തിയ ട്രെയിനിടിച്ച് ഗ്യാസ് കുറ്റി തെറിച്ചു പോവുകയായിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇടിച്ചത്. ചാക്കിൽ പൊതിഞ്ഞ് ട്രാക്കിൽ വെച്ച ഗ്യാസ് കുറ്റിയിലാണെന്ന് വ്യക്തമായത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായാണ് റെയിൽവേ പോലീസ് വിശദമാക്കുന്നത്. ഫോറൻസിക് സംഘമടക്കമുള്ളവർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലോക്കോ പൈലറ്റ് ട്രാക്കിലിരിക്കുന്ന വസ്തു കണ്ടതാണ് വലിയ അപകടം ഒഴിവാകാൻ കാരണമായത്. എമർജൻസി ബ്രേക്ക് പ്രയോഗിച്ചതിന് പിന്നാലെ ലോക്കോ പൈലറ്റ് ഗാർഡിനെയും ഗേറ്റ്മാനെയും വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ഗ്യാസ് കുറ്റി ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവ സ്ഥലത്ത് നിർത്തിയിട്ട ട്രെയിൻ പിന്നീട് 20 മിനിറ്റിന് ശേഷമാണ് യാത്ര തുടർന്നത്. ബിൽഖൗറിൽ വീണ്ടും പരിശോധനയ്ക്കായി നിർത്തിയിട്ടിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ തീപ്പെട്ടിയും പെട്രോളുമാണ് സംഭവം അട്ടിമറിയാവാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നു. ഒന്നോർത്തു നോക്കുക, ഇതിപ്പോൾ ആഴ്ചയിൽ എത്ര എണ്ണമായി? ഇതിപ്പോൾ സാധാരണ വാർത്ത പോലെ ഒരു വാർത്തയായി കഴിഞ്ഞിരിക്കുന്നു. കാരണം പലപ്പോഴും ലോക്കോ പൈലറ്റിൻ്റെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടും നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടും വലിയ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ എത്ര നാൾ ഇത് സാധ്യമാവും? ഈ ഭാഗ്യത്തിൻ്റെ കൂട്ടുപിടിച്ചു, അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് അത് സമയത്ത് കാണുകയും ശ്രദ്ധാപൂർവം അദ്ദേഹം ഈ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യുകയും അതുവഴി രക്ഷപ്പെടുകയും ചെയ്ത കേസുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്നത്തെ സംഭവത്തിൽ തന്നെ ഓർക്കുക, അദ്ദേഹം എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ടും അതിൽ തട്ടുകയുണ്ടായി. പക്ഷേ പൊട്ടിത്തെറിച്ചില്ല. അത് ഭാഗ്യം എന്ന് തന്നെ പറയാം. പക്ഷേ കൃത്യമായിട്ടും ഒരു ചാക്കിൽ പൊതിഞ്ഞാണ് ഈ ഗ്യാസ് കുറ്റി അവിടെ വെച്ചിരുന്നത്. മാത്രമല്ല അതിൻ്റെ കൂടെ പെട്രോളും തീപ്പെട്ടിയും ഒക്കെ കൊണ്ട് വെക്കുമ്പോൾ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ രാജ്യത്തെ പിന്നോട്ടടിക്കാൻ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ കൊല്ലാൻ, കൂട്ടക്കൊല നടത്താൻ ആരൊക്കെയോ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭാഗ്യവശാൽ ഇതുവരെ വിദേശങ്ങളിലൊക്കെ നടക്കുന്ന പോലെയുള്ള ഒരു ആത്മഹത്യ സ്ക്വാഡായിട്ട് അത് മാറിയിട്ടില്ല എന്നതേ ഉള്ളൂ. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം. കാരണം അവരുടെ ഇത്തരം ശ്രമങ്ങൾ നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട്. പക്ഷേ അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഒടുവിൽ ആരെങ്കിലുമൊക്കെ, അതായത് ആത്മഹത്യാ സ്ക്വാഡായി കണ്ടെത്തുകയും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിന് മുന്നിലേക്ക് അവർ സ്ഫോടക വസ്തുക്കൾ കെട്ടി ചാടിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം അവർ മറ്റു രാജ്യങ്ങളിലൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ അത്രത്തോളം ആയിട്ടില്ല എന്ന് മാത്രം. അതങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. കോയമ്പത്തൂരിൽ ഒരു വർഷത്തിന് മുമ്പ് കാറിൽ സ്ഫോടക വസ്തുവായിട്ട് പോയ ഒരുത്തൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. ആത്മഹത്യ, സ്വയം മരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് പോയത്. പക്ഷേ അത് അന്വേഷണ ഉദ്യോഗസ്ഥരാൽ പിടിക്കപ്പെട്ടു. അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഏത് നിമിഷവും ഈ ഇന്ത്യ മഹാരാജ്യത്ത് അത്തരം കാര്യങ്ങളും ഒരുപക്ഷെ അരങ്ങേറിയേക്കാം. കാരണം അത്രമാത്രം ഭ്രാന്ത് പിടിച്ച ചിന്തയായിട്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് അവർക്ക് അപകടം പറ്റാതെ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതൊക്കെ പരാജയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത്രമാത്രം കടുത്ത വിശ്വാസമുള്ളവരാണ് അവർ. അതിനാൽ തന്നെ അവർ അത്തരം മാർഗത്തിലേക്ക് തുനിഞ്ഞാലും അത്ഭുതമില്ല. നമുക്കറിയാം, ജർമ്മനിയിലും ഫ്രാൻസിലും മറ്റുമൊക്കെ കത്തിധാരിയായിട്ടുള്ള ആളുകൾ, തെരുവിലിറങ്ങിയ ആളുകളെ കുത്തിക്കൊല്ലുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ശ്രമത്തിനിടയിൽ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് ഈ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അതിന് ഇറങ്ങി പുറപ്പെടുന്നത്. ഇന്ത്യയിൽ അത്രത്തോളം വിശ്വാസം, അല്ലെങ്കിൽ അത്രത്തോളം കടുത്ത തീവ്രമായിട്ടുള്ള വിശ്വാസം ആളുകൾക്കില്ലാത്ത കൊണ്ടാവാം അങ്ങനെ ആളുകൾ അതിന് മുതിരാത്തത്. പക്ഷേ അതും ഇവിടെ വലിയ താമസമില്ലാതെ തന്നെ തുടങ്ങിയേക്കും. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത്തരം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതും സമയോചിതമായിട്ട് ലോക്കോ പൈലറ്റിൻ്റെ ഇടപെടൽ കൊണ്ടും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവ് കൊണ്ടും. അതൊക്കെ അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ കോയമ്പത്തൂരിൽ ഒരുത്തൻ കാറിനകത്ത് സ്ഫോടക വസ്തു കയറ്റിക്കൊണ്ട് പോയതുപോലെ ഉള്ള കൃത്യങ്ങളിലേക്ക് അവർ മുതിർന്നേക്കും. കോയമ്പത്തൂർ മാത്രമല്ല, നമുക്കറിയാം പുൽവാമയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. സൈനിക വാഹനത്തിന് നേരെ കാർ ഓടിച്ച് കയറ്റുകയാണ്. കാറിലുള്ളവനും മരണപ്പെടുകയുണ്ടായി. അത്തരം കാര്യങ്ങളൊക്കെ ട്രെയിനിൻ്റെ നേരെ ചെയ്യാനും മടിക്കാത്ത കൂട്ടരാണ് ഇവർ എന്നതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു
ട്രെയിൻ ദുരന്തം ഉണ്ടായേക്കും എന്ന ഒരു ആശങ്കയും ഭയപ്പാടും ഒക്കെ തീർച്ചയായിട്ടും എനിക്കുമുണ്ട്, കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഉണ്ട് എന്ന് എനിക്കറിയാം. കാരണം നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനകത്ത് ഒരുത്തൻ മറ്റു യാത്രക്കാരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് തീ കത്തിച്ച അല്ലെങ്കിൽ അഗ്നി പടർത്തിയ ആ വാർത്ത നമ്മൾ ഇവിടെ തന്നെ അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞതാണ്. അന്നും ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടമൊന്നും ഉണ്ടാവാതെ പോയത്. അപ്പോൾ ട്രെയിന് നേരെ നിരന്തരം നമുക്കറിയാം, കല്ല് കൊണ്ടുവെക്കുന്നു, തടി കൊണ്ടുവെക്കുന്നു, പാളം മുറിച്ച് രണ്ടാക്കി വെക്കുന്നു, ബൈക്കിൻ്റെയും മറ്റും പാർട്സൊക്കെ കൊണ്ട് വട്ടം വെക്കുന്നു. അങ്ങനെ സാധ്യമായ രീതിയിലൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഭാഗ്യം കൊണ്ട് ഓരോ തവണയും നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഭാഗ്യം എത്ര കാലം കൂടി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവരുടെ ലക്ഷ്യം വിജയിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ. 140 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ഈ പറയുന്ന പോലെ ചൈനയുടെ അത്രയും വലുപ്പമൊന്നുമില്ല നമ്മുടെ രാജ്യത്തിന്. ആളുകൾ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ആരാണ് ശത്രു, ആരാണ് നമ്മുടെ മിത്രം എന്നുപോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണാധികാരികളെയോ അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ ഒക്കെ പഠിച്ചിട്ടൊരു കാര്യമില്ല. നമ്മളെക്കാളും ഒക്കെ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന അമേരിക്കയെ പോലും അവരുടെ അഭിമാന സ്തംഭമായിട്ടുള്ള ലോക വ്യാപാര കേന്ദ്രം തകർത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതും ഇതേപോലെ തന്നെ കോടാനുകോടി വിലയുള്ള വിമാനങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് പോയി അതിനകത്തുള്ള ആളുകളെയും അത് ചെയ്തവനും എല്ലാം സ്വയം തുലച്ചുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. അത്തരം ചിന്താഗതിയുള്ള ആളുകൾ എല്ലായിടത്തുമുള്ള കാലത്തോളം ഇത്തരം ശ്രമങ്ങൾ അവർ ആവർത്തിച്ചുകൊണ്ട് തന്നെയിരിക്കും.